വേക്കപ്പ് കേരള എന്ന പേരിൽ സാംസ്കാരിക കൂട്ടായ്മയുടെ ഒരു ഗ്രൂപ്പ് ഫേസ്ബുക്കിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവർ മുമ്പോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടുള്ള അജണ്ട എന്ന് പറയുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്യരുത് എന്നുള്ളതാണ്. എന്നാൽ സി പി എമ്മിന് വോട്ട് ചെയ്യരുത് എന്ന് ഇവർ പറയുന്നില്ല, ബി ജെ പിക്ക് വോട്ട് ചെയ്യരുത് എന്നുള്ളതാണ്. ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ അത് തന്നെയാണോ? ബി ജെ പി ആണോ തോൽപ്പിക്കേണ്ടത്? ഈ തെരഞ്ഞെടുപ്പിൽ ആരെ തോൽപ്പിക്കണം എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ തോൽപ്പിക്കേണ്ട ഒറ്റയാളേ ഉള്ളൂ. ഇപ്പം വ്യക്തിയായിട്ടെടുത്താലും പാർട്ടിയായിട്ടെടുത്താലും കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സി പി എം, ആ സി പി എമ്മിനെ നിയന്ത്രിക്കുന്ന പിണറായി വിജയൻ. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം ബി ജെ പി അല്ലേ തോൽപ്പിക്കേണ്ടത്? അല്ല, ബി ജെ പി ഇപ്പോൾ ഒരു ശക്തിയായിട്ട് വന്നിട്ടുണ്ടോ കേരളത്തിൽ? കേരളം നാളെ അധികാരത്തിൽ ഒരു 35 അല്ല 50 സീറ്റ് പിടിക്കുന്ന ഒരു കക്ഷിയായിട്ട് കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ബി ജെ പി തന്നെ തോക്കുന്നുണ്ട്, അല്ലാതെ തന്നെ ബി ജെ പി തോക്കുന്നുണ്ട്. ഞാനോ നിങ്ങളെ തോൽപ്പിക്കാൻ 2-3 സീറ്റ് ചിലപ്പോൾ ജയിച്ചെന്ന് വരും. അതുകൊണ്ട് വലിയ അപകടമൊന്നും ഈ പറയുന്ന അപകടമൊന്നും ഉണ്ടാകില്ല. ഇതിനു മുമ്പും ബി ജെ പി ജയിച്ചിട്ടുണ്ട്. രാജഗോപാൽ തിരുവനന്തപുരത്ത് ജയിച്ചിട്ടുണ്ട്. അന്നും വന്ന അപകടകരമായി ഇപ്പോൾ നിൽക്കുന്നത് ബി ജെ പിയേക്കാൾ അപകടകാരി സി പി എം. അത് മറച്ചു വയ്ക്കാൻ ചില സാംസ്കാരിക നായകന്മാരും ബുദ്ധിജീവികളും കാണിക്കുന്ന അഭ്യാസം വേറൊന്നുമില്ല. അതിനപ്പുറത്തേക്കില്ലത്. അതിനകത്ത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും വേണ്ട. അത് മറിച്ച് ജോയി മാത്യുവിനെ പോലെയും സി ആർ പരമേശ്വരനെ പോലെയുള്ള മറ്റ് സാംസ്കാരിക നായകന്മാർ വേറെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കൽപ്പറ്റ ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, കൽപ്പറ്റ നാരായണൻ, കാരശ്ശേരി മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, സച്ചിദാനന്ദ മാഷ് പറഞ്ഞ എങ്ങും തൊടാതെയാവട്ടെ, സ്വന്തം സ്ഥാനം എല്ലാം കൂടെ കമ്പയർ ചെയ്ത സച്ചിദാനന്ദൻ പറയുന്നത്. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സച്ചിദാനന്ദൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ മൂന്നിൻ്റെ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഏത് തരത്തിലും. പക്ഷേ ഇവിടെ വ്യക്തമായ അഭിപ്രായം പറയുന്ന കൂടെ ആൾക്കാരുണ്ട്. ഉണരുക കേരളമേ, നോ വോട്ട് ഫോർ ബി ജെ പി എന്നതാണ് അജണ്ട. അപ്പോൾ അതിൻ്റെ അർത്ഥം അതായത് കേരളം ഉണരണമെങ്കിൽ പിണറായി താഴെ പോവുകയല്ല വേണ്ടത്, LDF തോൽക്കുകയല്ല വേണ്ടത്. കേരളം യഥാർത്ഥത്തിൽ ഉണരണമെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാതിരിക്കുക, കേരളം അങ്ങ് പൊട്ടി വിടർന്നുണരും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഞാൻ താങ്കളോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. 10 വർഷമായിട്ട് കേരളം ഭരിക്കുന്ന പിണറായി വിജയനാണ്. 10 വർഷമായിട്ട് കേരളത്തിലെ സാംസ്കാരിക മണ്ഡലങ്ങളും ചലച്ചിത്ര ഭാഗങ്ങളും നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും ഇടതുപക്ഷ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരാണ്. എന്നിട്ടും കേരളം ഉണർന്നിട്ടില്ല. ഉറങ്ങിക്കിടക്കുകയാണോ ഇപ്പോഴും? ഉണരണമെങ്കിൽ ഉറങ്ങിക്കിടക്കുമായിരിക്കണം. ആരാ ഉറക്കിക്കിടത്തിയപ്പോൾ? ഈ 10 വർഷം കേരളത്തെ ഉറക്കിക്കിടത്തിയ ആരാ പറയാമോ? ഒരു അടിമത്വ ബോധമാണത് ഉറക്കിക്കിടത്തി. ആ അടിമത്വ ബോധം ആരാ ഉണ്ടാക്കിയെടുത്തേ? ആ അടിമത്വ ബോധം ഈ സാംസ്കാരിക നായകന്മാരുൾപ്പെടെ വേക്കപ്പ് കേരള എന്ന് പറയുന്നവർ തന്നെയാണ് നമ്മളെ ഉറക്കിക്കിടത്തിയത്. നമുക്ക് സ്ലീപ്പിംഗ് ബിൽസ് അന്ന് ഉറക്കിക്കിടത്തിയിട്ടാവും പറയുന്നത് വേക്കപ്പ് കേരള എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഉറങ്ങി അവനും ബോധ്യമായി, സാംസ്കാരിക നായകന്മാർക്ക് ബോധ്യമായി നമ്മൾ ഉറങ്ങിയിരിക്കുകയാണ്. ഇനി ഉണർന്നു കഴിഞ്ഞാൽ അപകടമാണ്, ഇനി ഉണങ്ങാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതല്ല ഇവിടെ ചരിത്രത്തിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. ഒന്ന്, ലോകം മുഴുവൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നൊരു പ്രത്യയശാസ്ത്രം. അതിൻ്റെ ഫണ്ടമെൻ്റൽസ് പോലും എല്ലായിടത്തും ചോദ്യം ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ വർഗസമരം എന്നുള്ളതാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സമരം. ആ സമരം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഇന്ന് അതിനെപ്പറ്റിയൊരു വാക്ക് ഇന്നത്തെ ദേശാഭിമാനി എടുത്തിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ ചിന്ത എടുത്തിട്ട് വർഗസമരം എന്നുള്ളൊരു വാക്ക് കാണിക്കാമോ? അവരുടെ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന സ്വരാജിൻ്റെ പ്രസംഗത്തിൽ, അല്ലെങ്കിൽ സുനിൽ പീളയിടത്തിൻ്റെ പ്രസംഗത്തിൽ വർഗസമരത്തിൻ്റെ വാക്ക് കാണിക്കും. പിണറായി വിജയനൊക്കെ ഒരുപാട് പൈസ ഉണ്ടാക്കി. പിണറായി വിജയനൊക്കെ വർഗസമരത്തിൽ നിന്നൊക്കെ അല്ല, അത് പറയുന്നുണ്ട്. ഉള്ളവനും ഇല്ലാത്തവനും നമ്മൾ ഇപ്പോൾ പിണറായി വിജയൻ ഉള്ളവൻ്റെ കൂടിയായി. അത് സമരം ചെയ്ത് പിണറായി വിജയൻ ഉള്ളവനായി. ഇനി സമരം ഇല്ലാത്തവനായിട്ട് പോരെ, ഇല്ലാത്തവൻ സമരം ചെയ്താൽ മതി. ഇപ്പം അതിദാരിദ്ര്യം മുക്തമാക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ വർഗസമരം തീർന്നു, ദാരിദ്ര്യം ഇല്ലാതായി കഴിഞ്ഞു. അതിനാ പിണറായി വിജയൻ പറഞ്ഞത്, ഇനി കേരളത്തിലാരും പട്ടിണി കിടക്കുന്നില്ല, ഇനി ആരും മുദ്രാവാക്യം വിളിച്ച് വഴി വരണ്ട, ഇനി ഞാനാ ഭരിക്കുന്നത്, ഞാൻ രാജാവാണ് എന്നുള്ള മട്ടി പറയുന്നത്. പക്ഷെ ഒരു കാര്യം ആലോചിക്കുക, ആ സി ആർ പരമേശ്വരൻ്റെ ഒന്ന് വായിക്കാവോ? കേരളത്തെക്കുറിച്ചൊരു നല്ല ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അദ്ദേഹം പഴയ പുക്കാസയുടെ ഒന്ന് വായിച്ചു. എന്താണ് അധ്യക്ഷനൊക്കെ ആയിരുന്നു. പുക്കാസയുടെ ശാസ്ത്രസാഹിത്യ വിഷയത്തിൻ്റെ വേക്കപ്പ് കേരളം എന്നൊരു കൂട്ടം ബുദ്ധിജീവികളുടെ ആഹ്വാനം ഇക്കൂട്ടർക്ക് സഹജമായ കാപട്യവും വഞ്ചനയും മാത്രമേ പ്രതിഫലിക്കുന്നുള്ളൂ. കേരളത്തിൽ തൽക്കാലം ബി ജെ പി ഒരു മുഖ്യ കളിക്കാരനായിട്ടില്ല. അതിനെ ഇന്നത്തെ നിലയിലേക്ക് പോലും വളർത്തിയത് വാസ്തവത്തിൽ സി പി എമ്മും അതിനോട് പറ്റി നിൽക്കുന്ന ഈ ബുദ്ധിജീവികളുമാണ്. സി പി എമ്മും കോൺഗ്രസും തമ്മിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജീവൻ മരണ മത്സരം. നിർണായകമായ 10-20 നിയോജക മണ്ഡലങ്ങളിലെയും സി പി എമ്മും ബി ജെ പിയും സ്വകാര്യ സഖ്യത്തിലാണെന്നത് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രസക്തി. അപ്പോൾ അല്പമെങ്കിലും ആത്മാർത്ഥതയുള്ളവർ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തമ്മിലുള്ള മത്സരത്തിൽ ഖണ്ഡിതമായി ആരെ തോൽപ്പിക്കണം, ആര് ജയിപ്പിക്കണം എന്ന കൃത്യമായ നിലപാട് എടുക്കുകയായിരുന്നു വേണ്ടത്.
അല്ലാതുള്ള ശ്രമം CPM-ന്റെ 10 കൊല്ലത്തെ ക്രൂരഭരണത്തെ വെളുപ്പിക്കാനാണ്. ഈ വെയ്ക്കപ്പ് സംരംഭത്തിൻ്റെ സംഘാടകർ കഴിഞ്ഞ 10 കൊല്ലമായി CPM-നെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിച്ചു പോന്നവരാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ CPM-ന് വേണ്ടി പ്രചാരണം നടത്തുന്ന വിടുവേല വീഡിയോകൾ എൻ്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകളിലുണ്ട്. ഈ വട്ടം കോൺഗ്രസിനും ജയിച്ചു വരാൻ ഒരു സാധ്യതയുണ്ടെന്നറിഞ്ഞതുകൊണ്ട് ജലത്തിലും കരയിലും ജീവിക്കുന്ന ജന്തുക്കളുടെ സ്വഭാവം പുറത്തെടുക്കുന്ന ഭാഗ്യാന്വേഷികൾ മാത്രമാണിവർ. അതിനാൽ തന്നെ തീരെ വിശ്വാസ്യതയില്ലാത്തവരാണിവർ. കഴിഞ്ഞ 10 കൊല്ലം വിജയൻ്റെ കാർമ്മികത്വത്തിൽ നടത്തിയ കൊലപാതകങ്ങളും വ്യാജ ഏറ്റുമുട്ടലുകളും എണ്ണിയാലൊടുങ്ങാത്ത അഴിമതികളും സ്വജനപക്ഷപാതവും വർഗീയ ധ്രുവീകരണവും സ്ത്രീപീഡനങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ആവിഷ്കാര സ്വാതന്ത്ര്യ ലംഘനങ്ങളും ധൂർത്തും ഗുണ്ടായുസവും കേരളം ഭരിച്ചിട്ടുള്ള ഏതു രാജാവിനേക്കാളും കൊടിയ ഏകാധിപത്യ സ്വഭാവവും കണ്ട് ഒരക്ഷരം മിണ്ടാതെ നിന്നവരാണിവർ. ചിലരൊക്കെ വിജയൻ്റെ ചെയ്തികളിൽ ഭാഗമാക്കുകളായിരുന്നു. തന്നെയുമല്ല, ഇവർ പഠിപ്പിച്ചിട്ടുള്ള മാർക്സിയൻ ചരിത്രമനുസരിച്ച് വിജയൻ്റെ പാർട്ടിയിൽ എന്ത് കൗപീനാനന്തര കമ്മ്യൂണിസവും ഇടതുപക്ഷവുമാണ് ഇവർ ഇപ്പോൾ ദർശിച്ചിട്ടുള്ളത്. 8-10 യുവാക്കളെ വിജയൻ്റെ ഗുണ്ടകൾ പല ഘട്ടങ്ങളിൽ തല്ലിക്കൊന്നതാണോ? വിശ്രമിച്ചു കൊണ്ടിരുന്ന ഒരു പ്രകോപനവും ഉണ്ടാക്കാത്ത ഒരു സ്ത്രീ അടക്കമുള്ള മാവോയിസ്റ്റ് പ്രവർത്തകരെ അമിത്ഷായുടെ ആജ്ഞപ്രകാരം വെടിവെച്ചു കൊന്നതാണോ? എണ്ണിയാലൊടുങ്ങാത്ത അഴിമതിയും ധൂർത്തുമാണോ? ദളിത് പെൺകുട്ടികളടക്കമുള്ള സ്ത്രീകളെ ബലാത്കാരം ചെയ്തതാണോ? പല കാര്യങ്ങളിലുമുള്ള വിജയൻ്റെ സേവനത്തിനുള്ള അംഗീകാരമായി ലാവലിൻ, സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ, സ്പ്രിംഗ്ലർ, കരിമണൽ കേസ് എന്നിവ CPM-ന്റെ പ്രതിധ്വനികളായി നിങ്ങൾ ചിത്രീകരിക്കുന്ന BJP ഒതുക്കിക്കൊടുത്തത് നിങ്ങൾ കണ്ടില്ലെന്നാണോ? കേരളത്തിലെ നിരവധി ജനങ്ങളുടെ പുണ്യസ്ഥലമായ ശബരിമലയിൽ നിന്ന് സ്വർണ്ണ ഉരുപ്പടികൾ കമ്മ്യൂണിസ്റ്റുകാർ കട്ടുകൊണ്ടുപോയത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ആ കുറ്റവാളികളെക്കുറിച്ചും കുറ്റത്തെക്കുറിച്ചുമുള്ള ഹിന്ദു സംരക്ഷകരായ സംഘികളുടെ തണുത്ത പ്രതികാരം നിങ്ങൾ കാണുന്നില്ലേ? രാജ്യത്തിലെ മറ്റെല്ലാ പ്രതിപക്ഷ നേതാക്കളെയും CBI-യും ED-യെയും ആദായനികുതി വകുപ്പും വേട്ടയാടുമ്പോൾ വിജയനെ മാത്രം സംഘി നീചർ സംരക്ഷിക്കുന്നത് നിങ്ങൾ മാത്രമാണോ കാണാതിരിക്കുന്നത്? നിങ്ങൾ ഘോരഘോരം എതിർക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ നയത്തെയും തൊഴിൽ നയത്തെയും അംഗീകരിച്ച് PM ശ്രീയിലും ലേബർ കോഡിലും അയാൾ പോയി രഹസ്യമായി ഒപ്പിട്ടത് നിങ്ങൾ കാണാഞ്ഞിട്ടാണോ? ചവറ്റുകുട്ടയിൽ കൊണ്ടെറിയൂ ഹേ നിങ്ങളുടെ വഞ്ചനവും കപടതയും നിറഞ്ഞ ആ വേക്കപ്പ് കേരളം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം കേരളത്തിലെ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന ഒരു വളരെ ഇടതുപക്ഷ ബുദ്ധിജീവിയായിരുന്നു. ഇപ്പം നിരന്തരമായിട്ട് പിണറായി വിജയന്റെ ഇടതുപക്ഷത്തെ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. പിണറായി വിജയൻ്റെ ഇടതുപക്ഷത്തെ ചീത്ത വിളിക്കുന്നത് പിണറായി വിജയനെ ചീത്ത വിളിക്കുന്നത്. പിണറായി വിജയന്റെ പിണറായി വിജയൻ ഇടതുപക്ഷം എന്ന് പറയുന്ന കാര്യങ്ങളാണ് ചീത്ത വിളിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങൾക്ക് നമ്മളെക്കാൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥർ വേക്കപ്പ് കേരളയും കൊണ്ട് നടക്കുന്ന സാഹിത്യ ബുദ്ധിജീവികളാണ്. അതിൽ ഒരുത്തൻ അടുത്ത ദിവസം ഇപ്പോൾ എവിടെയാണ് കിടക്കുന്നത്? ഏറ്റവും വലിയ ബുദ്ധിജീവി കിടക്കുന്നത് ജയിലിലാണ് കിടക്കുന്നത്. എന്തിനാണ് കിടക്കുന്നത്? ഇവർ പറയുന്നത് സ്ത്രീ സുരക്ഷ എന്നുള്ള സാധനമുണ്ട്. അത് BJP വന്നാൽ ഇല്ലാതാവുമെന്ന് പറഞ്ഞാൽ സ്ത്രീ സ്വാതന്ത്ര്യം ഇല്ലാതാവുമെന്നുണ്ട്. രഞ്ജിത്ത് എന്ന് പറഞ്ഞ സിനിമ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷൻ ഇപ്പോൾ എവിടെയാണ് കിടക്കുന്നത്? മുൻ അധ്യക്ഷൻ. എന്താ സംഭവിച്ചത്? ഈ ബുദ്ധിജീവികൾ അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു? ദിലീപിനെ പറ്റി ഇവരെല്ലാം പറഞ്ഞു. ദിലീപ് ചെയ്തോ തെറ്റോന്നുള്ളതല്ല. ദിലീപിനെ കുറിച്ചിക്കാൻ ഇവർക്കെല്ലാം വാശിയായിരുന്നു. രഞ്ജിത്തിനെ പറ്റി ഏതെങ്കിലും ഒരു ബുദ്ധിജീവി നാവനങ്ങി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആന്നൊരക്ഷരം പറഞ്ഞിട്ടുണ്ടോ? ഏന്നൊരക്ഷരം പറഞ്ഞിട്ടുണ്ടോ? ഏവർക്ക് ഇഷ്ടമാണ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏയല്ല. അതാണ് ഈ കാലം. അത്തരം സാമൂഹിക വ്യവസ്ഥയിൽ താങ്കൾ പറഞ്ഞ ഗോത്ര സംസ്കാരത്തിൻ്റെ അടിമകളായതുകൊണ്ട് മാത്രമാണ് ഇത്രയും കേഡേഴ്സിനെ ഇന്ന് ഈ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നത്. മെയ് 4 കഴിയുമ്പോൾ ബംഗാളിനേക്കാൾ കഷ്ടമായിട്ട് ഒരുമാതിരി തലയ്ക്ക് മൂളയുള്ള ഇന്നലെ വരെ ചെഗുവേരയ്ക്ക് ചിന്താബാധ വിളിച്ചിരുന്നവരെ ആ പടം എടുത്തിട്ട് ചവിട്ടാൻ തുടങ്ങും. ചെഗുവേര കാണുന്ന പിണറായിയുടെ പ്രതിബിംബമായിട്ട് കാണും. അതോടുകൂടി ചെഗുവേരയെ എടുത്തിട്ട് ചവിട്ടും. കാത്തിരുന്ന് കാണാം.